ശ്രീ രാജേന്ദ്ര അലേക്കറയുടെ ഗവർണറാക്കി വെച്ചത് ഈ സംസ്ഥാനത്തിനെ മെച്ചപ്പെടുത്താനൊന്നുമല്ല, BJPയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു എലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റിലുമുണ്ട്, നോൺ BJP സ്റ്റേറ്റിലൊക്കെ അതുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാവില്ല കേരളത്തിൽ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ സേവാ സമിതിക്കാരോടാണ് എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടത്? ഇങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ചിത്രം വയ്ക്കാനുള്ളതാണോ സെനറ്റോട്? അതിന് പകരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? ആ സേവാ സമിതിയാണ് റൂൾ ലംഘിച്ചിട്ടുള്ളത്. അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? ഈ ഡോക്ടർ ഹാരിസിന്റെ ചട്ടലംഘനമാണ്, പക്ഷെ നടപടി വേണ്ട എന്നാണ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് പോയിരിക്കുന്നത്. അല്ല, ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടി വരിക. ഇപ്പോൾ സർജറി സമയത്ത് നടത്താതെ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടാ ചോദിക്കുക? മന്ത്രിയോടല്ല, ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനോടാണ് ചോദിക്കുക. ആ നിലയ്ക്കാണ് ഡോക്ടർ ഹാരിസ് ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം. പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്നൊരു ചാനലിൽ ഞാൻ വാർത്ത കണ്ടു, ഞാൻ എൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചില്ല. കോഴിക്കോട് ഒരു 65 വയസ്സുള്ള ഒരു പത്രം വിറ്റ് നടക്കുന്ന ഒരാളെ വാഹനം ഇടിച്ച് അദ്ദേഹത്തിന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ശസ്ത്രക്രിയ നടത്താനുള്ള എക്യുപ്മെൻറ്റ്സ് വരെ 65 വയസ്സുള്ള പത്ര വിൽപ്പനക്കാരനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഈ ആരോഗ്യവകുപ്പ് കേരളത്തിൽ? അപ്പോൾ ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ AR മേനോനെ പോലെ പ്രഗത്ഭമധികം കൈകാര്യം ചെയ്തൊരു വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടില്ല, കേരളത്തിൽ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെൻ്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും. ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല, കാരണം ഇവിടെ തർക്കം ഞങ്ങൾ തമ്മിലല്ലല്ലോ. ആരോഗ്യ വകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഴുവൻ ഈ സർക്കാരിനെതിരെ രംഗത്ത് വരും. അതുകൊണ്ടാണ്, അല്ലാതെ ഡോക്ടർ ഹാരിസിനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഈ നടപടി ശരിയല്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും, അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കൊക്കെ ഉള്ളത്. പിന്നെ മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യം, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അതായത് മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഇതാണ് അവസ്ഥ. ഇപ്പോൾ എന്തിനാ പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? എന്തിനാ? അവർക്ക് അവിടെ പോകാൻ കഴിയൂ. അവർ കാരണം സ്വകാര്യ ആശുപത്രിയിൽ നല്ല സേവനമുണ്ട്, പക്ഷേ അവർ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഒരു കോട്ട മാത്രം മാറ്റി വയ്ക്കുക. ഒരു കോട്ട അവർക്കുണ്ട്, പക്ഷെ അതിനപ്പുറം അവർ ചെയ്യില്ല. കാരണം അവർക്ക് ഡോക്ടർമാർക്ക് അവർ പറയുന്നത് ഈ ഡോക്ടർമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കണ്ടേന്നാണ് അവർ പറയുന്നതിൽ ശരിയുണ്ട്. അവർ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പോവും, നമുക്കതിന് കുറ്റം പറഞ്ഞുകൂടാ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ളൊരു ഒരു രോഗി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ മഞ്ഞക്കാടിന് പോലും വിലയില്ലാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് മറ്റൊരു ആശയം വന്നു. ഒരു കെട്ടിടം പണിയുന്ന അവിടെ പരിക്കേറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന് മഞ്ഞക്കാട് കെട്ടി തന്നു. അവസാനം 88,000 രൂപ അയാളുടെ കയ്യിൽ നിന്ന് ചിലവായി, അയാൾ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ചുമതലയില്ലേ പ്രതിപക്ഷത്തിന്? അല്ല, എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഫണ്ട് വിനിയോഗിച്ചിട്ട് എന്താ? ഫണ്ട് വിനിയോഗിച്ച എക്യുപ്മെൻറ്റ്സ് എവിടെ? UDFൻ്റെ കാലത്ത് ഏതെങ്കിലും, UDFൻ്റെന്ന് മാത്രമല്ല കഴിഞ്ഞ LDF സർക്കാരുകളുടെ കാലത്തും മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഉപകരണങ്ങളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ ശങ്കരൻ വക്കീലിൻ്റെ കാലത്ത് എത്ര പേഷ്യൻസ് മരിച്ചിട്ടുണ്ട് സർജറി ഇല്ലാതെ? ഞാൻ പറയാം, ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിന് വേണ്ടി മുൻകാല സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്.
ഇൻക്ലൂഡിങ് LDF. ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഇപ്പോഴത്തെ സ്ഥിതിനെ പറ്റി പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണോ? ഫ്ലാഷ് ബാക്ക് കാണാനാണോ ചെന്നിരിക്കുന്നത്? നിലവിലുള്ള സാഹചര്യം എന്താ? അപ്പം അക്കാര്യത്തിൽ അമ്പേ പരാജയമാണ് ഈ മന്ത്രി. തീർച്ചയായും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ വിവാദങ്ങളും പറഞ്ഞ വീട് ഞങ്ങൾ വെച്ച് കൊടുത്തിരിക്കും. അതിന് സർക്കാർ ചെയ്തിട്ടുണ്ടോ? സർക്കാർ ചെയ്തിട്ടുണ്ടോ? ലീഗ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാശൊക്കെ ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് ഞങ്ങൾ കെട്ടിടം വെച്ച് കൊടുക്കുകയും ചെയ്യും. ഒട്ടും വൈകിട്ടില്ല. സ്ഥലം കിട്ടിയാലേ വയ്ക്കാൻ പറ്റൂ. ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. മുഖ്യമന്ത്രി കൃത്യമായി ആരോഗ്യമന്ത്രി മോണിറ്റർ ചെയ്യുന്നില്ല. മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. മോണിറ്റർ ചെയ്യണ്ടേ? ഏതാ? അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ അത്? ഞാൻ ഒരു കാര്യം പറയാം. ഖദറും കളറുമായിട്ടുള്ള താരതമ്യം ശരിയല്ല. ഖദറിൽ ഒരുപാട് കളർ വസ്ത്രങ്ങളുണ്ട്. അത് ആരും മനസ്സിലാക്കണ്ട. ഇഷ്ടമുള്ള ധരിക്കുക എന്നുള്ള അഭിപ്രായം എനിക്ക്. ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഡൽഹിയിൽ എൻ്റെ വേഷം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഖദർ മാത്രമേ ധരിക്കൂ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ഖദറല്ലാതെ മറ്റൊരു ഉൽപ്പന്നം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പലവിധം തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുക. പക്ഷേ ഖദർ മേഖല സംരക്ഷിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് സാധാരണക്കാരുടെ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ഈ വസ്ത്രം മാത്രമല്ല, ചെരുപ്പ്, അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ മേഖലയെ നമ്മൾ സംരക്ഷിക്കണം. അതല്ലാതെ അത് ഞാൻ തന്നെ ഇടയ്ക്ക് ഖദറിടാറില്ലേ? പിന്നെ എന്തിനാ പിന്നെ മറ്റുള്ളവരെ ഒരു കുഴപ്പമില്ല. അതെ, ഇപ്പൊ ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ? അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നു. അല്ല, അത് തന്നെയാണ് പറയുന്നത്. അത് ശരിയല്ല ആര് പറഞ്ഞാലും. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എന്തുകൊണ്ടാണ് സർക്കാരിനോട് സഹകരിക്കാത്തത്? അങ്ങനെ സഹകരിക്കാതെ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവിനൊക്കെ ആ കമ്മിറ്റിയിൽ നിന്ന് മാറും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കണം. അത്രയും മതി. ഈ മറ്റൊരു വിഷയം, ഈ സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് ഇപ്പം വലിയ ഒരു വിവാദം, അതായത് CPM തന്നെ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ നടക്കുകയാണ്. CPMന്റെ ഈ നിലപാടിനെ എങ്ങനെയാണ് താങ്കൾ നോക്കുക? അല്ല, അത് ഇപ്പോൾ ഗവൺമെന്റിന്റെ 3 പേരുടെ പട്ടിക കൊടുത്തു. അതിലിഷ്ടമുള്ള ഒരാളെ അവരെടുത്തു. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, ഭാവിയിലൊക്കെ മാറ്റം ഉണ്ടാകുമ്പോഴും ഒരു മാറ്റം ഇക്കാര്യത്തിൽ വേണ്ടി വരില്ല ഭാവിയിൽ. അല്ല, അതിപ്പോ അവരുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു 3 അംഗ പട്ടിക കൊടുത്തു, അതിൽ ഒരാളെ സെലക്ട് ചെയ്തു. അതിൽ കുറ്റം പറഞ്ഞുകൂടാ. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി പുഷ്പനെ അറിയാമോ എന്ന് ഞങ്ങളോട് ചോദിക്കണ്ട. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ചോദിക്കും റവാഡേനെ ഓർമ്മയുണ്ടോ ഞങ്ങൾ ഇരിക്കുക. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് ഇപ്പോൾ അതിന് ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ആ രക്തസാക്ഷിത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇവര് തന്നെ അന്ന് സ്വാശ്രയത്തിനെതിരായിട്ടാണ് സമരം ചെയ്തത്. ഇപ്പോൾ ഒക്കെ പ്രൈവറ്റൈസ് ചെയ്തു. നമ്പർ 1, റവാഡേനെ DGP ആക്കണം ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല. പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. സർക്കാർ ഇഷ്ടമുള്ള ചെയ്തോട്ടെ, ഞാൻ കുറ്റം പറയുന്നില്ല. കേന്ദ്ര സർക്കാരുമായുള്ള ഡീലിന്റെ ഭാഗമാണ് റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതിന് തള്ളാണോ? അല്ല, തള്ളേണ്ട ആവശ്യമില്ല. അദ്ദേഹം അഖിലേന്ത്യാ കാര്യങ്ങൾ സംസാരിച്ചാണ്. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ ചിത്രത്തിന്റെ കാര്യത്തിൽ അംഗീകരിച്ച അതുണ്ടല്ലോ, ഇന്ത്യയുടെ ചിത്രം അത് തന്നെയാണ് ഞങ്ങളും എല്ലാ പാർട്ടിക്കാരും അനുസരിക്കേണ്ടത്. അല്ലാണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഒന്നും ഇന്ത്യയോട് കൂടെ ചേർക്കരുത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രധാനമായിട്ടും. അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ചുമതലയാണ് എനിക്കുള്ളത്. ഞങ്ങൾ 12 മേഖലകളായി തിരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ട് ചേർക്കുന്ന പ്രക്രിയ ഉൾപ്പെടെ തീർച്ചയായിട്ടും വരും. ഏതാ മത്സരിക്കേണ്ട കാര്യമൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുക. ഇപ്പം അതിനെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. ഇപ്പം ലോക്കൽ ബോഡി. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2010 ആവർത്തിക്കുമോ? തീർച്ചയായിട്ടും.